ദിവസം ടി.പി. ചന്ദ്രശേഖരനെ ഇയാൾ ഗുണ്ടകളെ വിട്ട് മുഖത്തമ്പത്തൊന്ന് വെട്ടി കൊന്ന ദിവസം തന്നെ അയാൾ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് ഒരു ഭയങ്കര, ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണ് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. നമ്മൾ ഈ പ്രപഞ്ചശക്തി എന്നൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. അതായത് ഒരു മെയ് 4-ൽ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മെയ് 4-ാം തീയതി തന്നെ പിണറായി വിജയൻ എന്ന അധമനായ മനുഷ്യൻ, രാഷ്ട്രീയ നേതാവെന്ന് പോലും അയാളെ എനിക്ക് വിളിക്കാൻ ഇഷ്ടമില്ല, അധമനായ മനുഷ്യൻ ഈ അധികാരത്തിൻ്റെ പടിയിറങ്ങി പോകുന്നത് കാണാനുള്ളൊരു കാഴ്ച ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ പത്നി രമയ്ക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രപഞ്ചശക്തിയെ വണങ്ങേണ്ടത്. അതിൻ്റെ ഉള്ളുകളികളോ അതിൻ്റെ പിന്നിലെ സത്യങ്ങളോ അസത്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ കർമ്മഫലം എന്ന ഒന്നുണ്ട്. അതനുഭവിക്കാതെ ഈ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ലോകം വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മെയ് 4.